യു.ഡി.എഫിന്റെ മദ്യനയത്തെ രമേശ് ചെന്നിത്തലയും തള്ളി പറഞ്ഞിരിക്കുന്നു. മദ്യനയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഒരു പ്രധാന കാരണമായെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി ജോഷില ചേരുന്നുണ്ട്. ജോഷില, ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, പ്രതിപക്ഷ നേതാവായി ചെന്നിത്തല ആദ്യം എത്തുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ പരാജയം അത് കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിന് യു.ഡി.എഫിന് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് വിലയിരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നേതൃയോഗവും വിളിച്ചു ചേർത്തിരുന്നു രാവിലെ. അതിനുശേഷമാണ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിച്ചത്. മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു പ്രധാന കാര്യം, മദ്യനയത്തിൽ പാളിച്ച പറ്റിയിട്ടുണ്ട്. മദ്യനയത്തിൽ പാളിച്ച പറ്റിയതാണല്ലോ അണികൾക്കും നേതൃത്വത്തിനും പാളിച്ച പറ്റിയതാണല്ലോ യു.ഡി.എഫിന്റെ പരാജയ കാരണം എന്നാണ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, കോൺഗ്രസ് കെ.പി.സി.സി നേതൃമാറ്റം ആരും ആവശ്യപ്പെട്ടിട്ടില്ല, യോഗത്തിൽ ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം മാറണമെന്ന് ചർച്ച വന്നു എന്നുള്ളത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കോൺഗ്രസിൽ ഒരു ഒറ്റക്കെട്ടായി കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ജോഷിലയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മദ്യനയത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരിക്കുന്നു. മദ്യനയം, യു.ഡി.എഫിന്റെ മദ്യനയം തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഒരു പ്രധാന കാരണമായെന്നും അദ്ദേഹം പറയുകയുണ്ടായി.